JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇടവമാസ ഫലത്തെ സംബന്ധിച്ചാണ്. മിഥുനൻ രാശിക്കൂറുകാരായ മകയിരത്തിൻ്റെ 3-4 പാദങ്ങളെ, തിരുവാതിര പുണർദത്തിൻ്റെ 1-2-3 പാദങ്ങളിൽ ജനിച്ചവരുടെയും മിഥുനൻ ലഗ്നക്കാരുടെയും ഫലമാണ് ഇടവമാസത്തിലെ ഗുണദോഷ ഫലങ്ങളായി നിങ്ങളുമായി പങ്കുവയ്ക്കും. ഇടവമാസം പൊതുവെ ഒരു മാറ്റത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും മാസമാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയമാണ് ഈ ഇടവമാസം എന്ന് പറയുന്നത്. അതായത് മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള സമയമാണ് ഇടവമാസം. ഈ സമയത്ത് 5 ഗ്രഹങ്ങൾ രാശി മാറുന്ന അപൂർവ മാസം കൂടിയാണ് ഇടവമാസം. മെയ് 14 രാത്രി 10 മണി കഴിഞ്ഞ് വ്യാഴം രാശി മാറുമ്പോൾ ഇടവമാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ആ ഇടവമാസത്തിൻ്റെ പുലർച്ചെ തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടു കൂടിയാണ് ഉണ്ടാകുന്നത്. മെയ് 18 രാഹുകേതുക്കൾ പിറകോട്ട് സഞ്ചരിച്ച് രാശി മാറുമ്പോൾ മെയ് 23 ജൂൺ 6 2 പ്രാവശ്യം ബുധൻ രാശി മാറും. പൊതുവെ നോക്കുമ്പോൾ ഒരു മാറ്റത്തിൻ്റെ മാസം കൂടിയാണ്. മെയ് 23 ജൂൺ 6 ബുധൻ 2 പ്രാവശ്യം രാശി മാറുമ്പോൾ ജൂൺ 7 ചൊവ്വായും മെയ് 31 ശുക്രനും രാശി മാറുകയാണ്. മിഥുനൻ രാശിക്കാരുടെ രാശാധിപനായ ബുധൻ കുറച്ചു കാലമായി നീചത്തിലും മൗഢ്യത്തിലുമൊക്കെയായി സഞ്ചരിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ രാശിമാറ്റം. അറിവിൻ്റെ ഗ്രഹമായതുകൊണ്ട് എല്ലാ രംഗത്തും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പൊതു സ്വഭാവം നേരത്തെ ബുധൻ ഉണ്ടായിരുന്നു. ആശയവിനിമയം നടത്തുക, റിപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നിവയിലെല്ലാം തന്നെ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിന് അനുകൂലമായി കുറേ മാറ്റം വരുത്തുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. മേടൻ രാശിയിലേക്കുള്ള മാറ്റം സ്വന്തം ഭാഗം ന്യായീകരിക്കുന്നത്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും വിമർശനാത്മകമായി കാണാനും കഴിയുന്ന ഒരു രാശിയിലേക്കാണ് ഈ ബുധൻ മാറുന്നത്. കാരണം മിഥുനൻ രാശിക്കാർക്ക് ജന്മരാശാധിപനാണല്ലോ ബുധൻ. അത് അറിവിൻ്റെയും ബുദ്ധിയുടെയും ചിന്തയുടെയും അതുപോലെ തന്നെ പല തരത്തിലുള്ള ആശയവിനിമയങ്ങളുടെയും ഗ്രഹമാണ്. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചും അവരവരുടെ ഭാഗം ന്യായീകരിക്കുക, അവർ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുക, ഇതൊക്കെ തർക്കത്തിലൂടെ ആയാലും പോരാട്ടത്തിലൂടെ ആയാലും ജയിക്കണം എന്ന ഒരു ചിന്ത ഉണ്ടാകുന്ന ഒരു ഗ്രഹം കൂടിയാണ് മേടത്തിലെ ബുധൻ. കാരണം മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ്, അത് പോരാട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ബുധനാണെങ്കിൽ അറിവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആശയങ്ങളെ പ്രചരിപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ ആശയങ്ങൾ അനുകൂലമല്ലാതെ തോന്നുകയാണെങ്കിൽ, അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ എതിർക്കാനും പോരാടാനും സ്വന്തം ഭാഗം ന്യായീകരിച്ച് പ്രതിഫലിപ്പിക്കാനുമുള്ള ഒരു സമയം കൂടിയാണ് ഈ ഇടവമാസം. ജൂൺ ആദ്യവാരം വരെ ചൊവ്വ നീചത്തിലാണ്. അപ്പം ഏത് വിധത്തിലും സ്വന്തം ഭാഗങ്ങൾ ശരിയാണെന്ന് വരുത്താൻ അല്പം മോശമായ ഒരു രീതി അവലംബിച്ചാലും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ചൊവ്വ ധൈര്യം, വീര്യം, പരാക്രമം, ആത്മവിശ്വാസം എന്നൊക്കെ സൂചിപ്പിക്കുമ്പോഴും ഇത് ബലവാനാണെങ്കിലും നീചനായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പല കാര്യങ്ങളും ഭാവനാത്മകമായി അല്ലെങ്കിൽ അന്നേരം ഉണ്ടാക്കി പറയുന്ന രീതിയിൽ പുറത്തേക്ക് വരും. അപ്പം ആശയപരമായ കാര്യത്തിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ സ്വന്തം അറിവ് കൊണ്ട് അതിനെ എതിർക്കുകയും വിമർശിക്കുകയും മറ്റുള്ളവർ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കാൻ മടി കാണിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമായിട്ട് വരും. 4-ാം ഭാവാധിപനായ ബുധൻ ഈ മാസത്തിൽ മേടം, ഇടവം, മിഥുനം ഈ 3 രാശികളിലാണ് സഞ്ചരിക്കുന്നത്. അതായത് 11-ാം ഭാവത്തിലും 12-ലും ജന്മരാശിയിലും ആശയങ്ങളും അഭിപ്രായങ്ങളും ശരിയാണെന്ന് ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും തൊഴിൽപരമായി മെച്ചപ്പെടുന്നതിനും സാമ്പത്തികമായ ഒരു ഗുണം ഉണ്ടാകുന്നതിനുമൊക്കെ ഈ മാറ്റം സഹായിക്കും. കർമാധിപനായ വ്യാഴം നഷ്ടസ്ഥാനത്ത് നിന്നും ജന്മരാശിയിലേക്ക് മാറുന്നതും
വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം 12ാം ഭാവത്തിലായിരുന്നു മിഥുന രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നഷ്ടസ്ഥാനത്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവാധീനം, ഈശ്വരാധീനം, അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ മൊത്തത്തിൽ ചിലവാണ്. 10 രൂപ കിട്ടിയാൽ 15 രൂപ ചിലവാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിലാണ് ഈ ഇടവമാസം ആരംഭിക്കുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റവും നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ കർമ്മഗുണം, ജന്മരാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ കർമാധിപനാണ്, 10ാം ഭാവാധിപനും 7ാം ഭാവാധിപനുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർഗം, നേരത്തെ അവലംബിച്ചിരുന്നതും നേരത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതുമായ മാർഗത്തിൽ നിന്ന് ഒരു വ്യതിചലനം ഉണ്ടാവുകയും അത് കർമ്മപുഷ്ടിയെ ഉണ്ടാക്കുകയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയുള്ള കാലം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ഒരു ചിന്താഗതി വരികയും ചെയ്യുന്ന ഒരു തുടക്കമാണത്. പല മാർഗങ്ങളും പരീക്ഷിച്ചിട്ടും ഒന്നും മെച്ചപ്പെടാതിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവമാസം അവരുടെ കർമ്മമേഖലയെ പുഷ്ടിപ്പെടുത്താനും അത് കുറെ കൂടി പവർഫുൾ ആക്കാനും സാമ്പത്തികമായി വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ സമ്പത്തിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ കാരകനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കർമാധിപനായിട്ട് ജന്മരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ കർമ്മരംഗത്ത് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു കഴിവും അതുപോലെ തന്നെ പുരോഗതിയും സാമ്പത്തികമായ അനുകൂലമായിട്ട് കുറച്ചൊക്കെ മെച്ചം വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി പല വഴികളും ആലോചിച്ചിട്ടും ഒന്നും ശരിയാകാതിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മാർഗം തുറന്നു കിട്ടുന്ന സമയം കൂടിയാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സം നേരിട്ടവർക്ക് അതിനുള്ള അവസരവും വന്നുതരാം. ദാമ്പത്യ ജീവിതത്തിലെ മാനസിക പിരിമുറുക്കം മാറി കുടുംബജീവിതത്തിലും ഒരു മാറ്റം വരാവുന്ന ഒരു സമയം കൂടിയാണ്. വരുമാനം പോലെ തന്നെ ചിലവും ഉണ്ടാകുമെങ്കിലും നേരത്തെ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി ചെലവാകുക എന്ന ഒരവസ്ഥയിൽ നിന്നും പങ്കാളിയുമായും സ്ത്രീകളുമായുള്ള സഹകരണത്തിലും വളരെ അനുകൂലമായ ഒരു മാറ്റം ജൂൺ മാസം മുതലുണ്ടാകും. അവരിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങളും ഉണ്ടാകും. എന്നാലും മാനസികമായ ചില പ്രയാസങ്ങളും ടെൻഷനുമെല്ലാം മാറി മാറി വരുന്ന സമയം കൂടിയായതിനാൽ ഓരോ ഗ്രഹങ്ങളും മാറി മറിഞ്ഞ് രാശി മാറി വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ 5ാം ഭാവാധിപൻ ശുക്രനാണ്. അത് കർമ്മഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് കർമ്മഭാവത്തിൽ നിന്ന് മാറുന്നതും ജൂൺ മാസത്തിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മാറ്റത്തിൻ്റെ ഒരു ധ്വനി നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പങ്കാളിയുമായും സ്ത്രീകളുമായുള്ള സഹകരണത്തിൽ വളരെ അനുകൂലമായ ഒരു മാറ്റം ജൂൺ മാസം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. ശനിയുടെ രാശിമാറ്റം പൊതുവെ ഒരു അലസ മനോഭാവം കർമ്മഭാവത്തിൽ ഉണ്ടാക്കാം എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം 9ാം ഭാവത്തിൽ മൂലത്രികോണത്തിൽ നിന്ന് ശനി 10ാം ഭാവത്തിലേക്ക് കർമ്മഭാവത്തിലേക്ക് തന്നെ മാറിയപ്പോൾ ശനിയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് തന്നെ ഒരല്പം അലസതയോ ഒരു മടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റും. ഉദ്ദേശശുദ്ധിയോടെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും അതനുസരിച്ചുള്ള ഒരു അംഗീകാരം ലഭിക്കാൻ പ്രയാസമായി വരാം എന്നതിൻ്റെ ഒരു സൂചനയും നൽകുന്നുണ്ട്. അതുപോലെ ജൂൺ മാസം വരെ പലരും ഒരു പോരാട്ടത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാനും എന്തെങ്കിലുമൊക്കെ നേടാനും സാധിക്കുകയുള്ളൂ എന്നതും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം ജൂൺ മാസം മുതൽ അത്ര നല്ല ഒരു അനുഭവമായിട്ട് നമുക്ക് കാണാനും സാധിക്കില്ല. കാരണം 3ലെ ചൊവ്വയും കേതുവും പല ഗുണങ്ങളും നമുക്ക് നൽകും. അതുപോലെ തന്നെ പല മാറ്റങ്ങളും നല്ല കുറേ അനുഭവങ്ങളും നീചരാശിയിൽ നിന്ന് 3ാം ഭാവമായ ചിങ്ങത്തിലേക്കൊക്കെ ചൊവ്വ മാറുമ്പോൾ അത് കുറേ അനുഭവങ്ങളും നല്ല കുറേ കാര്യങ്ങളും നൽകുമ്പോഴും അത് സഹോദര ഭാവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നല്ല കാര്യമല്ല. മുന്നോട്ട് കുതിക്കാനുള്ള ആത്മവിശ്വാസവും മനക്കരുത്തും ശത്രുക്കളെ പൊരുതി ജയിക്കാനുള്ള കഴിവും ധനലാഭവും അതുപോലെയുള്ള ഗുണങ്ങളൊക്കെ തന്നെ ചൊവ്വ നൽകുമ്പോൾ 3ാം ഭാവത്തിലെ ചൊവ്വയും കേതുവും സഹോദര ഭാവത്തിന് ചെറിയ ചെറിയ
ഒരു അകൽച്ചയോ മാനസിക വിഷമതകളോ ഒക്കെ ഉണ്ടാക്കാം. അവരുമായി ചില ഭിന്നതയ്ക്കും കാരണമാകാം. അത് ഏത് തരത്തിലായാലും അതൊരു നല്ല കാര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് സഹോദരങ്ങളുമായിട്ടുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ കുറച്ചുകൂടി താല്പര്യം ഉണ്ടാകണം എന്ന ഒരു ചിന്തയും ശനി നമുക്ക് നൽകുന്നുണ്ട്. കാരണം ജന്മരാശിയിൽ വ്യാഴം നിൽക്കുന്നു, കർമ്മഭാവത്തിൽ ശനി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആത്മീയതയോട് കുറെ കൂടി കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമാണ്. ബുദ്ധിപരമായി ഏതിനെയും സമീപിക്കാനുള്ള കഴിവും കർമാധിപനായ വ്യാഴത്തിൻ്റെ രാശി മാറ്റം കൊണ്ട് നമുക്ക് അനുഭവപ്പെടും. ഭാഗ്യാധിപൻ കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആത്മീയതയിലേക്കുള്ള ഒരു ചുവടുവയ്പ് ആകാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. കർമ്മഭാവത്തിൽ നിന്ന് രാഹു മാറുന്നതും, നേരത്തെ 10ാം ഭാവത്തിൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ മെയ് 18 പുറകോട്ട് സഞ്ചരിച്ച് അത് കുംഭൻ രാശിയിലേക്ക് മാറുകയാണ്. അപ്പം കർമ്മഭാവത്തിൽ നിന്ന് രാഹു മാറുമ്പോൾ കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിന്ന് അല്പം ശാന്തമായി ജീവിക്കണം എന്നുള്ള ഒരു അവസ്ഥ കൂടി തോന്നുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും ആദിത്യൻ്റെ സ്ഥിതി 12ാം ഭാവത്തിലാണ്. അത് നഷ്ടഭാവത്തിലായതുകൊണ്ട് തന്നെ സത്കർമ്മങ്ങൾക്കെല്ലാം ഉദ്ദേശിക്കുന്ന ഒരു ഫലം അല്ലെങ്കിൽ ആ ഒരു അംഗീകാരം, ആ ഒരു പ്രാധാന്യം അതൊക്കെ ലഭിക്കണമെന്നൊന്നുമില്ല. എങ്കിൽ ആത്മീയതയിലേക്കുള്ള ചുവടുവയ്പും കർമ്മബന്ധങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിന്ന് കുറെ കൂടി സ്വസ്ഥമായി ഈശ്വര വിചാരത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തകളും വിചാരങ്ങളും ഒക്കെ മനസ്സിലേക്ക് എത്തുന്ന ഒരു മാസമാണ്. ഈ വീഡിയോ പല കാര്യത്തിലും നല്ല കാര്യമായിട്ട് വരുന്നു മിഥുനൻ രാശിക്കൂറുകാർക്ക്. എന്നാൽ ചില കാര്യത്തിലൊക്കെ ചില അപാകതകളെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.